ഇത് നമുക്ക് നല്ല ഈസി ആയിട്ട് എഗ് പപ്സ് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഒരു 4 എഗ്ഗ് വെച്ചിട്ടുള്ള പപ്സാണ് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമുള്ള സാധനങ്ങൾ ഒരു 4 ചെറിയ സവോള, വലുതാണെങ്കിൽ 2 എണ്ണം മതി, ഒരു 4 പീസ് ഗാർലിക്, ഒരു ചെറിയ പീസ് ജിഞ്ചർ, ഒരു ചില്ലി. എരിവ് ഉള്ളതായതുകൊണ്ടാണ് 1 എടുത്തത്. എരിവ് കുറവാണെങ്കിൽ 2-3 ചില്ലി എടുക്കാം. കറി ലീവ്സും കൊറിയാൻഡർ ലീവ്സും വേണം. പിന്നെ ഒരു ചെറിയ ടൊമാറ്റോയുടെ ഹാഫ്. ഞാനതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൊറിയാൻഡർ ലീവ്സും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല റെഡിയാക്കാം പപ്സിനുള്ളത്. നമ്മളെ കടായി ചൂടായിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് കോക്കനട്ട് ഓയിൽ ഒഴിക്കാം. 3 ടേബിൾ സ്പൂൺ അത്ര മതി. ഓയിലിലേക്ക് നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇടാം. ഇനി നമുക്കിത് വഴറ്റിയെടുക്കാം. അത് ഒരുപാടൊന്നും ബ്രൗൺ നിറമാവേണ്ട, ഒരുവിധം നന്നായിട്ട് വഴറ്റിയെടുത്താലും മതി. ഞാനിതിൽ വഴറ്റുമ്പോൾ ടൊമാറ്റോയും കൊറിയാൻഡർ ലീവ്സും ഇട്ടിട്ടില്ല. അത് മസാല ഇട്ടതിന് ശേഷം ഇടാം. ഇനി നമുക്ക് എല്ലാ മസാലകളും ചേർക്കാം. ഒരു 1/4 സ്പൂൺ ടർമറിക് പൗഡർ, മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ മുളക് പൊടി, ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/2 സ്പൂൺ ചിക്കൻ മസാല. ഞാനിതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, കുറച്ചൊരു 1/4 സ്പൂൺ ഉപ്പ് കൂടെ. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൻ്റെ ആ ഒരു മസാലയുടെ ആ സ്മെല്ലൊന്ന് മാറിയതിന് ശേഷം ടൊമാറ്റോ ഇടാം. സ്മെല്ലെല്ലാം ആ കുത്ത സ്മെല്ലൊക്കെ. ഇനി ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ഇടാം. ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഒരല്പം വെള്ളം കൂടെ ചേർക്കാം. ഇതൊരു അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. അപ്പോൾ അന്ന് വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് അത് വെന്ത് റെഡിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് കൊറിയാൻഡർ ലീവ്സ് ചേർക്കാം. അത് ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. പിന്നെ നമുക്ക് ഇതിൻ്റെ എരിവെല്ലാം മതിയോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് പെപ്പർ പൗഡർ ചേർത്താൽ മതി. പിന്നെ പെരിഞ്ജീരകവും ഇതിൽ കുറച്ച് ആഡ് ചെയ്യാം. ഇതിപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഞാനത് ആഡ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഉപ്പും എല്ലാം കറക്റ്റാണ്. ഇനി ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്കിനി തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ നമുക്ക് പഫ് റെഡിയാക്കാൻ തുടങ്ങാം. ഞാൻ ഈ പഫിൻ്റെ ഷീറ്റ് മേടിച്ചിട്ടുണ്ട്, പഫ് പേസ്ട്രി ഷീറ്റ്. അത് നന്നെടുത്തു. ഇനി നമ്മൾ പഫ്സ് റെഡിയാക്കാൻ തുടങ്ങാം. പഫിൻ്റെ ഷീറ്റിലേക്ക് 1 സ്പൂൺ റെഡിയാക്കി വെച്ച മസാല എല്ലാം തണുത്തതിന് ശേഷം മാത്രമേ ഇത് ഉണ്ടാക്കുകയുള്ളൂ. എഗ്ഗ് ഹാഫായിട്ട് ഉള്ള എഗ്ഗ് അതും വയ്ക്കുക. ഓപ്പോസിറ്റ് സൈഡ് രണ്ടും ഇതുപോലെ ചേർത്ത് വയ്ക്കുക. പിന്നെ ഇത് 4 സൈഡും അതുപോലെ നമുക്ക് ചേർക്കണമെങ്കിൽ ചേർക്കാം. പിന്നെ ഇതിൽ ഒരു എഗ്ഗ് നന്നായിട്ട് പതപ്പിച്ച് ഇതിൻ്റെ പുറത്ത് നമുക്ക് തേക്കാം. ഈ ടൈമിൽ ഞാൻ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. 200 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യണം. ഇനി നമുക്കിത് ഓവനിലോട്ട് വയ്ക്കാം. പ്രീ ഹീറ്റായിട്ടുള്ള ഓവനിലോട്ട് ഇത് വെച്ച് കഴിഞ്ഞ്
200 ഡിഗ്രി സെൽഷ്യസിലാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കൊരു 30 മിനിറ്റ്സ് വയ്ക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള പപ്സ് റെഡി ആയിട്ടുണ്ട്. 30 മിനിറ്റ് വയ്ക്കേണ്ട, 25 മിനിറ്റ്സ് വെച്ചാൽ മതി. സോഫ്റ്റ് ആയിട്ടുണ്ടല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്.